അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുന്ന 7 വിഭാഗം ആൾക്കാർ, അവരെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ വിഭാഗം, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അള്ളാഹു മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നു. മുഹ്സിനീങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, മറ്റുള്ളവർക്ക് ഗുണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു മനസ്സോടുകൂടി എപ്പോഴും നന്മകൾ ചെയ്യണം, മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ നന്മയും ഉപകാരങ്ങളും നിരന്തരം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. രണ്ടാമത്തെ വിഭാഗം, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ. തവ്വാബീങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. തവ്വാബീങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരാണ്, പലപ്പോഴും തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചു പോകും. അപ്പോഴൊക്കെയും അള്ളാഹുവിലേക്ക് മടങ്ങി പശ്ചാത്തപിച്ചു കൊണ്ടിരിക്കുന്നവർ, അങ്ങനെയുള്ളവരെ അള്ളാഹു ഹുബ്ബ് വെക്കുന്നു, അള്ളാഹു ഇഷ്ടപ്പെടുന്നു. തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കാതെ വേഗം അള്ളാഹുവിലേക്ക് മടങ്ങി വന്ന് തൗബ ചെയ്ത് ഖേദിച്ചു കൊണ്ടിരിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഇനി മൂന്നാമത്തെ വിഭാഗം, വയുഹിബ്ബുൽ മുതത്വഹിരീൻ. മുതത്വഹിരീങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ശുദ്ധിയാക്കിക്കൊണ്ടിരിക്കുന്നവരെ, നല്ല ശുദ്ധിയും വൃത്തിയും ഉള്ളവർ, എപ്പോഴും വുദൂഓടുകൂടി ജീവിക്കുന്നവർ, എപ്പോഴും ശരീരവും വസ്ത്രവും അതുപോലെ വീടും സ്ഥാപനങ്ങളും പരിസരങ്ങളും എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നവർ, ക്ലീനിങ്, നല്ല ക്ലീനായിട്ട് നല്ല ശുദ്ധിയും വൃത്തിയുമുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഇനി നാലാമത്തെ വിഭാഗം, ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. മുത്തഖീങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിൻ്റെ നിയമങ്ങളും കൽപ്പനകളും ഒക്കെ മനസ്സിലാക്കി സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. നാലാമത്തെ വിഭാഗം. ഇനി അഞ്ചാമത്തെ വിഭാഗം, വല്ലാഹു യുഹിബ്ബു സാബിരീൻ. സാബിരീങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. സാബിരീങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ഷമയോടെ ജീവിക്കുന്നവർ. ഇവിടെ ഇബാദത്ത് ചെയ്യണമെങ്കിൽ ഒരുപാട് ക്ഷമ വേണം, സുബഹിന് എഴുന്നേൽക്കണമെങ്കിൽ ഒരുപാട് ക്ഷമ വേണം, അതുപോലെ ഇബാദത്തുകൾ ധാരാളം, നിസ്കാരവും നോമ്പും എല്ലാ കാര്യങ്ങളിലും, ഹജ്ജും എല്ലാത്തിലും വലിയ ക്ഷമ വേണം. അതുപോലെ തെറ്റുകൾ ചെയ്യാതിരിക്കണമെങ്കിൽ ക്ഷമ വേണം. അതുപോലെ മറ്റുള്ളവരുടെ ആക്ഷേപങ്ങളും അതുപോലെ മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങളും ഇതൊക്കെ ക്ഷമിക്കാനും സഹിക്കാനും ക്ഷമ വേണം. അതുപോലെ എന്തെങ്കിലും രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ജീവിതത്തിൽ വരുമ്പോൾ അതൊക്കെ ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നവർ, ക്ഷമിച്ചുകൊണ്ട് അതിനെ തരണം ചെയ്യുന്നവർ, നല്ല ക്ഷമയുള്ളവർ, ആ ക്ഷമയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഇനി ആറാമത്തെ വിഭാഗത്തിനെ കുറിച്ച് പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. നിശ്ചയം അള്ളാഹു സുബ്ഹാനഹു വതആല മുതവക്കിലീങ്ങളെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിൽ തവക്കുലാക്കുന്നവരെ, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഏൽപ്പിച്ചു കൊണ്ടിരിക്കുന്നവർ. നമുക്ക് ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വതആല കഴിവ് നൽകുന്നു. നമുക്ക് ജോലിയുണ്ട്, ബിസിനസ്സുണ്ട്, മറ്റു പല സ്ഥലങ്ങളിലേക്കും നമ്മൾ യാത്ര പോകുന്നു, ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കുന്നു. ഫഇദ അസംത ഫതവക്കൽ അലല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ, നിങ്ങളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്യണം. അപ്പൊ ഏതൊരു കാര്യവും അള്ളാഹുവിൽ തവക്കുലാക്കുന്നവരെ അള്ളാഹു ഹുബ്ബ് വെക്കുന്നു, അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അപ്പൊ തവക്കുൽ ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം. ഇനി ഏഴാമത്തെ വിഭാഗം, അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിത്തീൻ. നിശ്ചയം അള്ളാഹു സുബ്ഹാനഹു വതആല മുഖ്സിത്തീങ്ങളെ ഇഷ്ടപ്പെടുന്നു. മുഖ്സിത്തീങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നീതി പാലിക്കുന്നവർ, നീതിയോടുകൂടി വിധി കൽപ്പിക്കുന്നവർ, നീതിപൂർവം പ്രവർത്തിക്കുന്നവർ, ഇങ്ങനെയുള്ള നീതിമാന്മാരെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ പറഞ്ഞ 7 വിഭാഗത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ എന്നൊന്ന് നമ്മൾ ആത്മപരിശോധന നടത്തണം. നമ്മൾ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ടോ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കേണ്ട 7 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി.
ഒന്നാമത് മുഹ്സിനീങ്ങളായിരിക്കണം, നന്മ ചെയ്യുന്നവർ, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവർ, തൗബ ചെയ്യുന്നവർ, പശ്ചാത്തപിച്ചു കൊണ്ടിരിക്കുന്നവർ, അതുപോലെ വൃത്തിയും ശുദ്ധിയും അത് പാലിച്ചു കൊണ്ടിരിക്കുന്നവർ, അതുപോലെ അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവർ, അതുപോലെ ക്ഷമാശീലർ, എപ്പോഴും ക്ഷമയോടുകൂടി ജീവിക്കുന്നവർ, അതുപോലെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ടുള്ള ജീവിതം നയിക്കുന്നവർ. ഈ 7 വിഭാഗത്തിൽ പെടാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.